ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ പേർക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഫുഡൊക്കെ ആക്കാമെന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ തന്നെ പണി തുടങ്ങി. അവർ വരുന്നത് വൈകുന്നേരമാണ്. അപ്പം രാവിലെ തന്നെ ഓരോന്നിങ്ങനെ സെറ്റാക്കി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് ഈസി ആവുമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഓരോ പണി ചെയ്തു. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ കമൻറ്റും ലൈക്കും അടിക്കാൻ മറക്കരുത്. ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളക്, ക്യാപ്സിക്കം, പിന്നെ മല്ലിച്ചപ്പ് അങ്ങനെ എല്ലാം ഇട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അതിൽ ഞാൻ മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സിയിലടിച്ച് എടുത്തു. ആ ടൈം കൊണ്ട് ഉമ്മ ചിക്കനൊക്കെ വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് ഞാൻ ആ ചിക്കൻ എടുത്ത് ഒരു പാത്രത്തിലിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ മസാല നല്ലതുപോലെ ആ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചു. ഇതൊരു 9 മണിക്കാന്നിട്ട് ഞാനിത് ചെയ്തത്. അപ്പോൾ വൈകുന്നേരത്തേക്കാകുമ്പോഴത്തേക്ക് ഈ മസാല നല്ലതുപോലെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാൻ എയർ ഫ്രൈയിൽ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മസാല ഇങ്ങനെ ഇട്ട് വെച്ചത്. നമ്മൾ 2 ഫുൾ കോഴി വാങ്ങിനു. ഒന്ന് എനിക്കിങ്ങനെ എയർ ഫ്രൈയിലിട്ട് ഗ്രില്ല് ചെയ്യാനും മറ്റേ നോർമലായി നോൺ സ്റ്റിക്ക് പാത്രത്തിലിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനു വേണ്ടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ നീര്, കുറച്ച് ഓയിൽ, അങ്ങനെ എല്ലാ ബാക്കി മസാലകളിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് അടുത്ത ഫുൾ ചിക്കൻ വെച്ച് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ മസാല അതിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചു. എന്നിട്ടത് നല്ലതുപോലെ റാപ്പെല്ലാം ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് വൈകുന്നേരം എടുത്തിട്ട് അത് ഗ്രില്ല് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ തിരക്കായിട്ടാകുമ്പോഴത്തേക്ക് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ചിക്കൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവനെ വിളിച്ച് വേഗം എന്നാൽ പുഡിങ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ക്യാരറ്റ് പുഡിങ്ങാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് തന്നെ. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തതുകൊണ്ട് വിശദീകരിച്ച് പറയാനൊന്നും നിൽക്കുന്നില്ല. ആക്ച്വലി ഇതൊരു ഫുഡ് ബ്ലോഗ് അല്ല കേട്ടോ. പക്ഷെ ഇന്ന് എനിക്ക് വേറൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഫുഡൊക്കെ ആക്കുന്നതിൻ്റെ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ പുഡിങ് ഉണ്ടാക്കുന്ന ടൈമിൽ ആബി ഫ്രൈഡ് റൈസിനുള്ള പണിയൊക്കെ തുടങ്ങി. ഫ്രൈഡ് റൈസ്, ഗ്രിൽഡ്, ഗാർലിക് ചിക്കൻ, പാസ്ത, പൊറോട്ട, നെയ്പ്പത്തിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ അന്ന് ഫുഡാക്കിയത് തന്നെ. കാരണം അവർ പറഞ്ഞിരുന്നു ബിരിയാണി, മന്തിയൊന്നും വേണ്ടാന്ന്. കാരണം അത് അവർക്ക് തിന്ന് മടുത്തോയി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊന്നും ആക്കാൻ വിചാരിച്ച് ഇതുപോലെ ചെയ്തത്. എല്ലാം ഫുഡാക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കുറച്ച് ഫുഡാക്കുന്ന വീഡിയോസ് എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ തിരക്കിലിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോസൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അങ്ങനെ ഫുഡൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ നോർമൽ പണിയായ അടിക്കലും തുടക്കലൊക്കെ തുടങ്ങി. ഞാൻ വേഗം അടിച്ചു വാരി, ആബി വേഗം തോർത്തി. അപ്പോൾ ഇന്ന് നമ്മൾ ആക്കിയ ഫുഡൊക്കെ ഇതാണ് കേട്ടോ. പിസ്സ ഉണ്ടായിരുന്നു, അതൊക്കെ പറയാൻ വിട്ടുപോയി. പിസ്സ, ഗ്രില്ല്, പാസ്ത, ഫ്രൈഡ് റൈസ്, നെയ്പ്പത്തിൽ അങ്ങനെയൊക്കെ.
പിന്നെ പുഡിങ്, കസ്റ്റാർഡ്, ഫ്രൂട്ട്സ്. 8-8:30 ആകുമ്പോഴത്തേക്ക് അവരെത്തി. എന്നിട്ട് അവർ ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടാണ് അവരിടുന്ന് പോയത് തന്നെ. പിന്നെ നമ്മൾ എല്ലാ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി അന്നത്തെ ഡേ തന്നെ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഫുള്ളിങ്ങനെ ഫുഡാക്കുന്നില്ലായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലോ സംഭവിച്ചിന്, അതൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.